കനത്ത മഴയിൽ മലബാറിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറത്ത് മണ്ണിടിഞ്ഞും കാസർഗോഡ് വെള്ളക്കെട്ടും മൂലം ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ മരം കടപുഴകി വീണ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂരിൽ നിന്നുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ വൈകിട്ടാണ് കനത്ത മഴ തുടങ്ങിയത്. ചാറ്റൽ മഴയായി ഇന്ന് രാവിലെയും തുടരുകയാണ്. മാവൂർ തെങ്ങിലക്കടവ് ആയംകുളത്ത് റോഡ് പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കുറേ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. കുറേ ആളുകൾ അവിടെ ഈ റോഡിനെ ഉപയോഗിക്കുന്ന ആളുകളാണ് ഈ ഭാഗത്ത് കുറേ ആളുകൾ താമസിക്കുന്നത്. ഇന്നലത്തെ മഴ എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. മാവൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവിടെ ജനങ്ങൾക്ക് നടന്നു പോകുന്നതിനുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കും. തൃശൂർ കോഴിക്കോട് ദേശീയപാതയിൽ കാക്കഞ്ചേരിക്ക് സമീപം ഇന്ന് പുലർച്ചെയുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കാസർഗോഡ് ദേശീയപാതയ്ക്ക് സമീപം പുല്ലൂർ പെരിയ റോഡിൽ വെള്ളക്കെട്ട് കാരണം ഗതാഗത തടസ്സമുണ്ടായി. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ പലയിടത്തും മരങ്ങൾ കടപുഴകി വീണു. പ്രതികൂല കാലാവസ്ഥ കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ വൈകി. അബുദാബി, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് വൈകിയത്. കനത്ത മഴ മൂലം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വിമാനം വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ ബഹളം വെച്ചു. കോഴിക്കോട് കൊയിലാണ്ടി കൊല്ലഞ്ചിറയ്ക്ക് സമീപം ഹോട്ടലിന് മുൻപിൽ മരത്തിന്റെ കൊമ്പ് പൊട്ടി റോഡിലേക്ക് വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. കൊയിലാണ്ടിയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കുന്നമംഗലത്ത് മേലെ ചെറുവലത്ത് സതീഷ് കുമാറിന്റെ വീടിന്റെ മുറ്റം ഇടിഞ്ഞുതാണ് വീട് അപകട ഭീഷണിയിലാണ്. കോഴിക്കോട് ബാലുശ്ശേരി വീവേഴ്സ് കോളനിയിൽ വെള്ളം കയറിയതിനാൽ 35 പേരെ മാറ്റിപ്പാർപ്പിച്ചു. തൊട്ടടുത്ത ഗവൺമെന്റ് LP സ്കൂളിലേക്കാണ് മാറ്റിപ്പാർപ്പിച്ചത്. റിപ്പോർട്ടർ, കോഴിക്കോട്.